Communication is a skill that you can learn. It's like riding a bicycle or typing. If you're willing to work at it, you can rapidly improve the quality of every part of your life. Hi guys, I am Neetu Francis from English പഠിക്കാം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാനിവിടെ കുറച്ച് ടിപ്സ് പറയും എങ്ങനെയാണ് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യേണ്ടതെന്ന്. സോ ഇഫ് യു ആർ ന്യൂ ടു മൈ ചാനൽ പ്രസ് ദ ബെൽ ഐക്കോൺ. ദ ഫസ്റ്റ് ടിപ്പ് ഇസ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? നിങ്ങളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യുകയാണെങ്കിലോ, നിങ്ങളൊരു സ്പീച്ച് പറയുകയാണെങ്കിലോ, നിങ്ങളൊരു കമ്പനിയിൽ പ്രസൻറ്റേഷൻ ചെയ്യുകയാണെങ്കിലോ, യു ഷുഡ് നോ യുവർ ഓഡിയൻസ്. ഓഡിയൻസ് ആരാണ്, അതിനനുസരിച്ച് സ്പീച്ച് പ്രിപ്പയർ ചെയ്യുക, പിന്നെ അത് നന്നായി പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ചിരിച്ച് സംസാരിക്കുക, ആൾക്കാരോട് കണ്ണി നോക്കി സംസാരിക്കുക, യൂസ് ഗെസ്റ്റേഴ്സ്. ചിരിച്ച് സംസാരിക്കുമ്പോൾ അവിടെ ഒരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ആവും. ഓക്കെ, ഇത് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറവാണെങ്കിൽ ഒരു സ്പീച്ചിന് മുമ്പോ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുകയാണെങ്കിലായിട്ട് മുമ്പോ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം, ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ സ്പീച്ച് എൻഡ് ചെയ്യണേക്കാട്ടും മുമ്പ് അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ എൻഡ് ചെയ്യണേക്കാട്ടും മുമ്പ് നിങ്ങൾ സമ്മറൈസ് ചെയ്യുക, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സമ്മറൈസ് ചെയ്യുക. പിന്നെ ഒരു ലീവ് എ ലാസ്റ്റിംഗ് ഇംപ്രഷൻ. ഓക്കെ, അടുത്ത ടിപ്പാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. സോ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ വളരെ ഈസിയാണ്. നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസും നിങ്ങളുടെ ഐഡിയാസും നിങ്ങളുടെ തോട്ട്സും അടുത്ത ആൾക്ക് കൺവേ ചെയ്യണമെങ്കിൽ ത്രൂ ലെറ്റേഴ്സ്, ഇമെയിൽ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജസ്. അടുത്ത ടിപ്പാണ് സ്റ്റോറി ടെല്ലിംഗ് ഫോർ കമ്മ്യൂണിക്കേഷൻ. അതായത് ഇത് വളരെ യൂസ്ഫുൾ ആണ് ഫോർ ബിസിനസ്, എഡ്യൂക്കേഷൻ ആൻഡ് മാർക്കറ്റിംഗ്. അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ഗുണങ്ങൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവും. അതുപോലെ നിങ്ങൾ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുമ്പോഴോ അതൊരു സ്റ്റോറി മാതിരി പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ലീവ്സ് എ മെമ്മറബിൾ ഇൻഫർമേഷൻ. സോ ഇൻ്റർവ്യൂവിലൊക്കെ ഇൻ്റർവ്യൂവർ നോക്കണം നമ്പർ 1 സ്കിൽ എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടോയെന്നാണ്. കാൻഡിഡേറ്റിന് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടോയെന്നാണ് നോക്കണത്. So you should be able to tell your ideas, thoughts to people in a manner they would understand it. കുറേ ആൾക്കാർക്ക് നല്ല ഐഡിയാസ് ഉണ്ട്, ബട്ട് ദേ ആർ നോട്ട് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി. ഇപ്പം നമ്മുടെ ഐഡിയാസും തോട്ട്സും അപ്പുറത്തേക്കുന്ന ആൾക്ക് കൺവേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വി ആർ നോട്ട് ഏബിൾ ടു സക്സീഡ് ഇൻ ലൈഫ്. അടുത്ത ടിപ്പാണ് ലെജൻഡറി പോഡ്കാസ്റ്റ്. അതായത് നല്ല വ്യൂസ് ഉള്ള പോഡ്കാസ്റ്റൊക്കെ ലിസൺ ചെയ്യുക, ഒബ്സർവ് ചെയ്യുക അവരെങ്ങനെയാണ് സംസാരിക്കണേന്ന്, എന്നിട്ട് കോച്ച് ചെയ്യുക, നിങ്ങളെ തന്നെ കോച്ച് ചെയ്യുക അതുമാതിരി. പക്ഷേ ഇത് കോച്ച് ചെയ്താൽ മാത്രം പോരാ, നിങ്ങളിത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം വേണം. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ അതുമാതിരി ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അടുത്ത സ്കില്ലാണ് അജിലിറ്റി സ്കിൽ. സോ അജിലിറ്റി സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫുട്ബോളിൽ ബോളൊക്കെ ഡ്രിബിൾ ചെയ്യില്ലേ, അതിനനുസരിച്ച് നമ്മളും ഡയറക്ഷൻ മാറ്റില്ലേ, അതാണ് അജിലിറ്റി സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇപ്പം ഫോർ എക്സാമ്പിൾ കസ്റ്റമറിൻ്റെ നീഡ്സ് അനുസരിച്ച് നമ്മൾ ഗെയിം പ്ലാൻ ചേഞ്ച് ചെയ്യുക. അത് ഈ സ്കില്ല് നിങ്ങൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ബെറ്റർ ജോബ്സ്, ഐ ക്യാൻ ഗ്യാരൻറ്റി യു. ലാസ്റ്റ് ടിപ്പാണ് കൺട്രോൾ ആൻസൈറ്റി. സോ ഇതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? റീഫ്രെയിം ആസ് എ കോൺവെർസേഷൻ, നോട്ട് എ പെർഫോമർ. അതായത് 2 പേര് തമ്മിൽ സംസാരിക്കണ മാതിരിയാവണം, നോട്ട് എ പെർഫോമർ. ഇതിന് ഞാനിവിടെ ഒരു ടങ് ട്വിസ്റ്ററും പ്രൊവൈഡ് ചെയ്യാം. ടങ് ട്വിസ്റ്റർ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കും നിങ്ങളുടെ പ്രസൻറ്റേഷന്, അതുപോലെ നിങ്ങളുടെ സ്പീച്ചിന് നല്ല ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരാൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.